ഉടമ്പടി എടുത്തേക്കേണ്ടതും കാര്യങ്ങൾ ചെയ്യണതൊക്കെ ചെയ്യണത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വയ്യാത്തവരാണ്. അച്ഛൻ വീട്ടിൽ ഓക്സിജനൊക്കെ വെച്ച് കിടക്കുകയാണ്. അച്ഛൻ ഒരു പ്രാവശ്യം ചാലാക്യ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം അഡ്മിറ്റായി. അപ്പോൾ 90% അച്ഛനെ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. CPAP വെച്ച് ICUലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പത്രമൊന്നുമില്ല. ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ബസ്സിൽ കയറിയപ്പോൾ ഫസ്റ്റ് ഞാൻ കാലെടുത്ത് വെക്കുന്ന സ്റ്റെപ്പിൽ ഒരു കാശ് രൂപം കിടക്കണം. ആരുടെയാണ് അറിയില്ല, വീണും നഷ്ടപ്പെട്ടു പോയെന്താ. ആ കാശ് രൂപം ഞാൻ എടുത്തു. ഞാനും ഹസ്ബൻഡും കൂടി ഹോസ്പിറ്റലിൽ ചെന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അവിടെയുള്ള എല്ലാ നഴ്സുമാർക്കും ഇരിക്കുന്ന രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിന് ഞങ്ങൾ വിതരണം ചെയ്തു. കാശ് രൂപം എൻ്റെ അച്ഛൻ്റെ തലേൻ്റെ അടിയിൽ വെച്ചു. അപ്പം തന്നെ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം അവിടെ വന്നു. ആ വൈകുന്നേരം തന്നെ എൻ്റെ അച്ഛൻ ഉഷാറായിട്ട് പുറത്തേക്ക് ഇറക്കി. ഇപ്പോഴും ഓക്സിജൻ ഉണ്ടെങ്കിലും ആൾ പണ്ടത്തേക്കാൾ ആക്റ്റീവാണ്. ഭയങ്കര ഉഷാറായിട്ടാണ് നടക്കണേ. അതുമാതിരി തന്നെ അമ്മയ്ക്കും ഒരു സൗഖ്യം കിട്ടി. അമ്മയുടെ കൈവിരൽ മടങ്ങിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇത്രയും പ്രായമായില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ജീവിതകാലം മുഴുവൻ വേദന അനുഭവിക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ അമ്മച്ചിയുടെ കൈ ഞാൻ സങ്കല്പിച്ച് ഉടമ്പടി